മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് വഖഫ് നിയമ ഭേദഗതിയിൽ ഇടപെട്ട കോടതി. നിയമ ഭേദഗതിക്ക് ഭാഗിക സ്റ്റേ, ഇടക്കാല ഉത്തരവിട്ട കോടതി. നിയമം മുഴുവനായി സ്റ്റേ ചെയ്യേണ്ടതില്ലെന്ന് കോടതി. ചില വകുപ്പുകൾക്ക് സംരക്ഷണം വേണമെന്നും കോടതി. വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണികൃഷ്ണൻ, സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവ് വന്നിരിക്കുകയാണ്. വഖഫ് നിയമ ഭേദഗതിയിൽ സുപ്രീം കോടതി ഇടപെട്ടിരിക്കുകയാണ്. നിയമ ഭേദഗതിക്ക് ഭാഗിക സ്റ്റേ ആണ് ഇപ്പോൾ സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ചില വകുപ്പുകൾക്ക് മാത്രം സംരക്ഷണം വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കളക്ടറുടെ അധികാരങ്ങൾക്കും സ്റ്റേ നൽകിയിട്ടുണ്ട്. മറ്റു വകുപ്പുകൾക്ക് എന്തെല്ലാം സ്റ്റേ ആണ് നൽകിയിരിക്കുന്നത്? മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? വളരെ നിർണായകമായ ഒരു ഇടപെടലാണ് വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. എന്തായാലും നിയമം മുഴുവനായും സ്റ്റേ ചെയ്യേണ്ടതില്ല എന്നാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നിയമത്തിന് ഭാഗിക സ്റ്റേ ആണ് കോടതി നൽകിയിരിക്കുന്നത്. അതിൽ ചില വകുപ്പുകൾക്ക് മാത്രം പ്രത്യേകമായി സ്റ്റേ നൽകിയിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഒരു വഖഫ് ഭൂമി വഖഫാണോ എന്ന് തിരിച്ചറിയാൻ, അല്ലെങ്കിൽ അത് അറിയാനുള്ള, അല്ലെങ്കിൽ വഖഫ് ഭൂമി ആണോ എന്ന് നോക്കാനുള്ള അധികാരം ജില്ലാ കളക്ടർക്ക് ഉണ്ടായിരുന്നു. അത് ഇനി കളക്ടർക്ക് അധികാരമില്ല എന്നാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത്. വഖഫ് ഭൂമിയാണോ എന്ന് പ്രഖ്യാപിക്കാൻ കളക്ടർക്ക് അധികാരമില്ലെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതിനുള്ള അധികാരം വഖഫ് ട്രിബ്യൂണലിലും കോടതിക്ക് മാത്രമായിരിക്കും എന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കിയ ഒരു കാര്യം. കൂടാതെ സ്വത്ത് വഖഫായി പ്രഖ്യാപിക്കാൻ 5 വർഷം മുസ്ലിം ആയിരിക്കണമെന്ന വ്യവസ്ഥയും അതും ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുന്നു. കൂടാതെ വഖഫ് ബോർഡിൽ 3-ൽ കൂടുതൽ അമുസ്ലിങ്ങൾ പാടില്ല. കൂടാതെ വഖഫ് കൗൺസിലിൽ 4-ൽ കൂടുതൽ അമുസ്ലിങ്ങൾ പാടില്ല എന്നും കോടതി പറയുന്നു. കൂടാതെ ഈ അന്തിമ ഉത്തരവ് വരുന്നവരെ ഈ ഭൂമിയുടെ സ്വഭാവം മാറ്റരുത് എന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് നിർദ്ദേശിച്ചിരിക്കുന്നു. എന്തായാലും ഈ നിയമം മുഴുവനായും സ്റ്റേ ചെയ്യുന്നില്ല, ഒരു ഭാഗിക സ്റ്റേയാണ് നിയമത്തിന് നൽകിയിരിക്കുന്നത്. പ്രധാനമായും ഈ നിയമം ഭരണഘടനാ ലംഘനമാണെന്നാണ് ഹർജിക്കാർ ചൂണ്ടിക്കാട്ടിയിരുന്ന ഒരു കാര്യം. കൂടാതെ ഈ വഖഫ് സ്വത്തുക്കൾ പിടിച്ചെടുക്കാനുള്ള നീക്കമാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. കൂടാതെ വഖഫ് ബോർഡുകളിൽ ഇതര മതസ്ഥരുടെ നിയമനം തെറ്റാണ് എന്നൊരു കാര്യം ഹർജിക്കാർ ചൂണ്ടിക്കാണിച്ചിരുന്നു. കൂടാതെ ഹർജിക്കാർ പറഞ്ഞൊരു കാര്യം, 5 വർഷം മുസ്ലിം മതം അനുഷ്ഠിക്കണമെന്ന വ്യവസ്ഥ ഒഴിവാക്കണമെന്ന കാര്യമായിരുന്നു. അതോടൊപ്പം തന്നെ ദീർഘകാല ഉപയോഗം കൊണ്ട് വഖഫ് സ്വത്തുക്കൾക്ക് സാധ്യതയുണ്ട് എന്നും ഹർജിക്കാർ പറഞ്ഞൊരു കാര്യമുണ്ട്. കൂടാതെ എല്ലാ സ്വത്തുക്കൾക്കും രേഖകൾ നിർബന്ധമാക്കാനാകില്ല, അന്വേഷണം തുടങ്ങിയാലുടൻ വഖഫ് സ്വത്ത് അല്ലാതാകുമെന്ന വ്യവസ്ഥ അംഗീകരിക്കാനാവില്ല തുടങ്ങിയ കാര്യങ്ങളായിരുന്നു ഈ ഹർജിക്കാർ വാദിച്ചിരുന്ന കാര്യം. ഇതിൽ കേന്ദ്രത്തിന്റെ വാദം എന്ന് പറയുന്നത് നിയമത്തിൽ ഭരണഘടനാ വിരുദ്ധതയില്ലെന്നാണ് കേന്ദ്ര സർക്കാർ കോടതിയിൽ വ്യക്തമാക്കുന്ന ഒരു കാര്യം. കൂടാതെ വഖഫ് ഇസ്ലാമിലെ അനിവാര്യമായ മതാചാരമല്ല. സ്വത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മതാടിസ്ഥാനത്തിലല്ല ഒരു തീരുമാനം വരുന്നത്. വഖഫിൽ പുറമ്പോക്കുണ്ടോ എന്ന് പരിശോധിക്കാൻ സർക്കാരിന് അധികാരമുണ്ട്. ഏകപക്ഷീയമായ നിയമം പാസ്സാക്കിയെന്ന ഹർജിക്കാരുടെ വാദം തെറ്റാണെന്ന കാര്യങ്ങളാണ് കേന്ദ്ര സർക്കാർ വാദിച്ചിരുന്നത്. എന്തായാലും ഈ നിയമത്തിൽ ഭാഗികമായ സ്റ്റേയാണ് നൽകിയിരിക്കുന്നത്. അന്വേഷണം നടക്കുമ്പോൾ വഖഫ് ഭൂമി അല്ലാതെയാകുമെന്ന ആ നിയമം സ്റ്റേ ചെയ്തിട്ടുണ്ട്. ഇത് ഹർജിക്കാരുടെ ആവശ്യമായിരുന്നു. ഈ അന്വേഷണം നടക്കുമ്പോൾ വഖഫ് ഭൂമി അല്ലാതെയാകുമെന്ന നിയമത്തിന് സ്റ്റേ ചെയ്തിരിക്കുകയാണ്. കൂടാതെ ഒരു ഭൂമി വഖഫാണോ എന്ന് പ്രഖ്യാപിക്കാൻ കളക്ടർക്ക് അധികാരമുണ്ടെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അത് ആ നിയമവും ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുന്നു. കൂടാതെ അന്തിമ ഉത്തരവ് വരെ ഭൂമിയുടെ സ്വഭാവം മാറ്റരുതെന്നും കോടതി പറഞ്ഞിരിക്കുകയാണ്. വഖഫ് ബോർഡിൽ 3-ൽ കൂടുതൽ അമുസ്ലിങ്ങൾ പാടില്ല, വഖഫ് കൗൺസിലിൽ 4-ൽ കൂടുതൽ അമുസ്ലിങ്ങൾ പാടില്ല എന്ന കാര്യവും കോടതി പറഞ്ഞിരിക്കുന്നു. കൂടാതെ കളക്ടർക്ക് അധികാരം, വഖഫ് ഭൂമിയാണെന്ന് പ്രഖ്യാപിക്കാനുള്ള അധികാരം കളക്ടർക്കുണ്ടെന്ന് നേരത്തെ ഈ നിയമത്തിലുണ്ടായിരുന്നു. ആ നിയമവും ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുക. എന്തായാലും കളക്ടർക്ക് അധികാരമില്ല. ആ വഖഫാണോ എന്ന് പ്രഖ്യാപിക്കാനുള്ള അധികാരം കോടതിക്കും അതോടൊപ്പം തന്നെ വഖഫ് ട്രിബ്യൂണലിൽ മാത്രമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ നിയമം മുഴുവനായും സ്റ്റേ ചെയ്യേണ്ടതില്ല എന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ വളരെ നിർണായകമായൊരു സ്റ്റേ വന്നിരിക്കുന്നത്. ഭാഗികമായാണ് ഈ നിയമം സ്റ്റേ ചെയ്തിരിക്കുന്നത്. എന്തായാലും അന്തിമ ഉത്തരവ് വരുന്നവരെ ഭൂമിയുടെ സ്വഭാവം മാറ്റരുതെന്നും കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഈ നിർണായകമായ നിയമത്തിന് സ്റ്റേ നൽകിയിരിക്കുന്നത്. ദീപ്തി. ശരി, വഖഫ് നിയമ ഭേദഗതിയിൽ ഇടപെട്ട സുപ്രീം കോടതി. നിയമ ഭേദഗതിക്ക് ഭാഗിക സ്റ്റേ, ഇടക്കാല ഉത്തരവിട്ട കോടതി. നിയമം മുഴുവനായി സ്റ്റേ ചെയ്യേണ്ടതില്ലെന്ന് കോടതി അറിയിച്ചു. ചില വകുപ്പുകൾക്ക് സംരക്ഷണം വേണമെന്നും കോടതി പറഞ്ഞു. നിയമ ഭേദഗതിക്ക് ഭാഗിക സ്റ്റേ ആണ്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിൻ്റേതാണ് ഉത്തരവ്. വഖഫ് നിയമ ഭേദഗതിയിൽ ഇപ്പോൾ ജില്ലാ കളക്ടർക്കുള്ള ഒരു അധികാരത്തിന് സ്റ്റേ നൽകിയിരിക്കുകയാണ്. അതുപോലെ തന്നെ വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങൾക്ക് അംഗങ്ങളാകാമെന്ന ഇപ്പോൾ ഉത്തരവ് വന്നിരിക്കുകയാണ്. 3-ൽ കൂടുതൽ അമുസ്ലിങ്ങൾ അംഗങ്ങൾ പാടില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. KC ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.